ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് മാറ്റുന്നുണ്ടെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സാധാരണ പോലെ ആകുമെന്നാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം. അത് ശരിയാണ്. നമ്മൾ എന്ത് കാര്യം ഒരു തുടക്കത്തിലുണ്ടാകുന്ന ആവേശം നമുക്ക് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയായിരിക്കും ഇതെല്ലാം തന്നെ വീണ്ടും പഴയപടി ആകുമെന്നാണ് ജനങ്ങളുടെ ഒരു ആശങ്ക. ഇത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് പരിസരത്താണ് മിക്കവാറും ഭാഗങ്ങളിലെ ബോർഡുകളെല്ലാം തന്നെ നമ്മളവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു മുടി വെട്ടി ഒതുക്കിയതുപോലെയാണ് സെക്രട്ടേറിയറ്റ് പരിസരം കൂടുതൽ സുന്ദരമായിരിക്കുകയാണ്. ആ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ സംഘടനാ തെരഞ്ഞെടുപ്പുകളും യോഗങ്ങളും ഉൾപ്പെടെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഫ്ലെക്സ് അടിച്ച് സെക്രട്ടേറിയറ്റിന് ചുറ്റും തോന്നുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ട് പോകുകയാണ് പതിവ്. പലപ്പോഴും നമ്മുടെ ഈ ഒരു തിരക്കേറിയ വഴികളിലെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ യൂട്ടേണുകളിലെ വാഹനങ്ങൾ പോകുന്ന യൂട്ടേണുകളിൽ വരെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാറുണ്ട്. സ്റ്റാറ്റ്യൂ ജംഗ്ഷനിലും ഇത്തരം കാഴ്ച മറച്ചു വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും വലിയ തലവേദനയായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ അതിനെല്ലാം തന്നെയാണ് ഒരു ശമനമാകുന്നത്. ഈ പറയുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഒരു ഇടപെടലിൽ ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പല ഈ സമര പന്തലുകളും ഇത്തരത്തിൽ വഴിയോരങ്ങളിൽ നടക്കുന്ന സമര പന്തലുകളും ഇത്തരത്തിൽ മാറ്റണമെന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ അധികൃതർ ഇത്ര കാലം എന്തെടുക്കുകയായിരുന്നു എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയൊക്കെ തന്നെ കിടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇനിയുള്ളൊരു വെല്ലുവിളി പ്രധാനമായിട്ട് ഉയരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇനി എന്ത് ചെയ്യും അതാണ്. ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ ഇവിടെ ദിനം പ്രതി വന്നു നിറയുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതെല്ലാം തന്നെ മാറ്റുമ്പോൾ ഏകദേശം ഈ ഗ്രൗണ്ട് നിറയുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് ഉയരുന്നത്. ഏതായാലും ഇങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഈ മാലിന്യങ്ങളൊന്നും തന്നെ ഇനി മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല. സംസ്കരിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങളില്ല. അജൈവ മാലിന്യം ശേഖരിക്കുന്ന ക്ലീൻ കേരള കമ്പനി പോലും ഫ്ലെക്സ് ബോർഡുകളോ ബാനറുകളോ സാധാരണയായിട്ട് ശേഖരിക്കുന്നില്ല. ഇത് കാരണം ഇനി പിടിച്ചെടുത്ത ബോർഡുകളും ബാനറുകളും എന്ത് ചെയ്യണമെന്ന് കോർപ്പറേഷനും വലിയ നിശ്ചയമില്ല. ഏതായാലും എന്തായിരിക്കും ഇനി ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും വലിയൊരു മാറ്റം തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. ഏതായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇടപെട്ടതോടുകൂടി തന്നെ നഗരം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉറപ്പിച്ച് തന്നെ പറയാം. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇനി തുടർന്നങ്ങോട്ട് മറ്റുള്ള നഗരങ്ങളിലെ പല ഭാഗങ്ങളിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. ഏതായാലും വളരെ നല്ലൊരു നടപടി തന്നെയാണ്. കാരണം ഇത് പൊതുജനങ്ങൾക്ക് ഏറെ ശല്യം, അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്കാണെങ്കിലും ഒരുപോലെ ശല്യമായിട്ട് ഉണ്ടായിരുന്നതാണ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ട് അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ. ഏതായാലും വളരെ നല്ലൊരു തീരുമാനമാണ്. ജനങ്ങൾ ഇതിനെ ഇരു കൈ നീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.